കോഴിക്കോട് ബീഫ് ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം. മമ്മാലീസ്. സിൻസ് 1949 ആണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിയ ഒരു ഹോട്ടലാണിത്. ഇതങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. മെഡിക്കൽ കോളേജിലാണ്, കോവൂറാണ്. ശരിക്കും ഫുഡ് ഭ്രാന്തന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ആർഗ്യബ്ലി ദ ബെസ്റ്റ് ബീഫ് ബിരിയാണി ഇൻ കാലിക്കറ്റ് സേവ് ചെയ്യുന്നത് ഇവരാണെന്നാണ് പറയുന്നത്, ഫുഡ് ഭ്രാന്തന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹോട്ടൽ മമ്മാലി സ്ഥിതി ചെയ്യുന്നത് കോവൂർ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്റ്റ് ഓപ്പോസിറ്റ് അല്ല, കുറച്ച് മാറിയിട്ടാണ്. ന്യൂ ടോപ്സ് ബേക്കറിക്ക് തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ. ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്പേസ് ഉണ്ട്. കാറിനാണ് വരുന്നതെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നടന്നിങ്ങോട്ട് വരണം. സമയം ഇപ്പോൾ 12:10 ആയിട്ടുള്ളൂ. എന്നിട്ടും ബിരിയാണിക്കായിട്ടുള്ള തിരക്കുണ്ട്. സീറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. അപ്സ്റ്റേഴ്സിലും ഇരിക്കാൻ സ്പേസ് ഉണ്ട്. ഞാൻ എന്തായാലും അപ്സ്റ്റേഴ്സ് പോണില്ല, ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. ഞാൻ കോവൂർ വഴി കോഴിക്കോട് കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹോട്ടൽ എൻ്റെ കണ്ണിൽ പെടുന്നത് ഇതാദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഒരു ഷോട്ട്സ് ആണ്. നിങ്ങൾ കോഴിക്കോടുകാരാണോ? അതെ അതെ, കോഴിക്കോട്. കോഴിക്കോട് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇവിടുത്തെ ഫുഡ് സ്പോട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള മമ്മാലീസിലെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല. ഈ ഒരു ഷോട്ട്സ് എടുത്തപ്പോൾ ഷാഹിദും അദ്വൈതും സജസ്റ്റ് ചെയ്തതാണ് ഹോട്ടൽ മമ്മാലീസ്. അവരുടെ അഭിപ്രായത്തിൽ ഹോട്ടൽ മമ്മാലീസിലെ ബീഫ് ബിരിയാണിയാണ് കോഴിക്കോടെ തന്നെ മികച്ച ബീഫ് ബിരിയാണി. ഷാഹിദും അദ്വൈതും പറഞ്ഞത് കേട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിൽ റേറ്റിംഗ് 4.3 ഒക്കെ ഉണ്ട് ഈ ഒരു ഹോട്ടലിന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, മമ്മാലീസിലെ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു. ബീഫ് ബിരിയാണി എത്തി. സൈഡായിട്ട് സാലഡും മാങ്ങാച്ചാറുമുണ്ട്. ബീഫ് ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബീഫ് 2 പീസുണ്ട്. എല്ലോട് കൂടിയ പീസാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മാത്രമല്ല, അടുത്തുള്ള ടേബിളിലുള്ളവർക്കൊക്കെ എല്ലോട് കൂടിയ പീസാണ് കിട്ടിയത്. ഞാൻ നോക്കിയായിരുന്നു. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ ബീഫ് ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ബിരിയാണിയുടെ മസാലയാണ്. കുറച്ച് ഗ്രേവി ടൈപ്പാണ് മസാല. മസാല ഗ്രേവി മോഡൽ ആയതുകൊണ്ട് തന്നെ ടോപ്പ് പോർഷൻ ഒഴിച്ചു വെച്ചാൽ ഈ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള റൈസ് എല്ലാം ഏകദേശം ഗ്രേവിയിൽ സോക്കായിട്ടിരിക്കുവാണ്. ഇനി വിവരണം നിർത്തി ടേസ്റ്റ് ചെയ്യട്ടെ. ആദ്യം റൈസ് മാത്രം കഴിച്ചു. ഇനി റൈസും ബീഫും കൂട്ടി കഴിക്കട്ടെ. ഈ ഒരു ബീഫ് ബിരിയാണി സൂപ്പറാണ്. മസാല സ്പൈസിയാണ്. റൈസ് മസാലയിൽ സോക്കായതുകൊണ്ട് തന്നെ ആ ഒരു മസാല ഫ്ലേവർ മിക്ക റൈസിലും പിടിച്ചിട്ടുണ്ട്. ബീഫ് വെൽ കുക്ക്ഡാണ്. ആയാസം കൂടാതെ ചവച്ചരച്ച് തിന്നാൻ സാധിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്ന ടൈപ്പ് ബിരിയാണിയാണിത്. പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന ടൈപ്പ് ബിരിയാണി. ബിരിയാണി കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിസ്മിസും കിട്ടുന്നുണ്ട്. ബിരിയാണി മസാലയുടെ സ്പൈസിനെസ് ടേസ്റ്റ് ബഡ്സിനെ ഇടയ്ക്കിടയ്ക്ക് കിക്ക് ചെയ്യുമ്പോൾ കിസ്മിസിൻ്റെ മധുരം ടേസ്റ്റ് ബഡ്സിനെ ഇടയ്ക്കിടയ്ക്ക് കിസ് ചെയ്യുന്നുണ്ട്. ബിരിയാണിയിൽ കിസ്മിസ് കിട്ടുമ്പോൾ അത് ഇഷ്ടമില്ലാതെ എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് കിസ്മിസ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് കിസ്മിസ് ടേസ്റ്റ് ബഡ്സിനെ കിസ് ചെയ്യുന്നത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും കഴിച്ചു തീർന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് ബീഫ് ബിരിയാണി കാറ്റഗറിയിൽ വരുന്ന ബിരിയാണി തന്നെയാണിത്. ഇങ്ങനെ ഒരു ഹിഡൻ ജെം ഉണ്ടെന്ന് പറഞ്ഞു തന്നതിന് താങ്ക്സ് ടു അദ്വൈത് ആൻഡ് ഷാഹിദ്. എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് ബീഫ് ബിരിയാണി കഴിച്ചവരാണിവർ. ഇവരോട് ചോദിച്ചപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് വീഡിയോയിൽ പേര് പറയാത്തത്. ഇവരെ കൂടാതെ ഈ കാണുന്ന യങ്സ്റ്റേഴ്സ് എല്ലാം ഈ ഒരു ഹോട്ടലിലെ ഫുഡിൻ്റെ ഫാൻസാണ്. കൂടുതലും ബീഫ് ബിരിയാണി ഫാൻസ് തന്നെ. 1949 മുതൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഫുഡിനൊരു റേഞ്ച് വേണ്ടേ? ഇങ്ങനെയുള്ള ഹോട്ടലുകൾ കാണുമ്പോൾ നിസ്സംശയം പറയാം, ദീസ് ഗൈസ് ഹാവ് ക്രിയേറ്റഡ് എ ബിരിയാണി ലെഗസി ദാറ്റ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ മന്തി പാർക്കലും അനുഭവപ്പെടാറുണ്ടോ? എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ബിരിയാണി കത്തിത്തീരുന്നത് വരെ ഒരു മന്തിപ്പാണ്. ബിരിയാണിയുടെ ഡൈജഷൻ എളുപ്പമാക്കുന്ന എന്തെങ്കിലും ഇവിടെ കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ലെമൺ ടീ. ലെമൺ ടീ കൂടെ കുടിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് അഡ്വഞ്ചർ അവസാനിപ്പിക്കാം. ലെമൺ ടീ വരുന്നുണ്ട്. ലെമൺ ടീ ലുക്കിൽ യുണീക്കാണ്. ലെമൺ ടീക്ക് 2 ലെയറൊക്കെ ഉണ്ട്. മുകളിൽ ബ്രൗൺ ലെയർ, താഴെ വെള്ളവും ലെമൺ ജ്യൂസും മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറിൻ്റെ ലെയർ. ഇതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഇവരിങ്ങനെ 2 ലെയറായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്? കാണാൻ നല്ല രസമുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സംഭവം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുണ്ട്. എനിക്കൊരു കാലി ഗ്ലാസ് കൂടെ തന്നിട്ടുണ്ട്. ആ കാലി ഗ്ലാസ്സിലേക്ക് ഈ ഒരു 2 ലെയേർഡ് ലെമൺ ടീ ഒന്ന് ഒഴിച്ച് നോക്കാം.
ആഹാ, കാലി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോഴേക്കും രണ്ടും മിക്സ് ആയല്ലോ. ഇപ്പോൾ ടിപ്പിക്കൽ ലെമൺ ടീ ആയി മാറി. ഞാൻ ലെമൺ ടീ കാലി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ഞാനെന്തോ ഒരു വലിയ സംഭവം ചെയ്ത പോലെ, ഒരു മാജിക് റിച്വൽ ചെയ്ത പോലെ രണ്ടും മിക്സായി പോയത് കാണാൻ നല്ല രസമായിരുന്നു. ഇനി എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. പാകത്തിന് മധുരം, നല്ല ലെമൺ ഫ്ലേവർ, പിന്നെ ചായയും കാറുപ്പാണ്. എല്ലാത്തിൻ്റെയും ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ലെമൺ ടീ. നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലേവർ സ്പോട്ട് ഓൺ ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ആംബിയൻസും അതുപോലെ തന്നെ ഫെസിലിറ്റിയൊക്കെ നോക്കി പോകുമ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകൾ നമുക്ക് മിസ്സാവും. ശരിക്കും കോഴിക്കോടിൻ്റെ തനതായ ആ ഒരു രുചിയുണ്ടല്ലോ, ആ ഒരു രുചിക്കൂട്ട് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ തന്നെ കയറണം. നിങ്ങളും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.